ഹലോ നമസ്കാരം. സ്റ്റാർട്ട്ലിംഗ് സ്റ്റിയേഴ്സിൻ്റെ മോട്ടോ ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് തൊണ്ടയാടുള്ള റോഡ്വേ കാഴ്സിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോർഷയുടെ കമാൻ എസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്സ് ആൻഡ് സ്പെക്സ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹായ്, എൻ്റെ പേര് പ്രവീൺ. ഞാൻ ഇവിടെ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ റോഡ്വേ കാസിൽ. നമ്മളൊരു 1 year and 3 months ആയി നമ്മുടെ ഷോറൂം തുടങ്ങിയിട്ട്. ഈ ബേസിൽ തന്നെ നമുക്ക് ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് ഫാൻസ്, because we are dealing with all the vintage cars and new cars, sports cars, every segment of cars are available here actually. So now we can go for this Porsche. Everyone knows that Volkswagen Group owns this Porsche segment. In that, most cutest car in that segment is this Cayman. എല്ലാവർക്കും അറിയാം, ഒരു കെയ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അലിഗേറ്റർ അല്ലെങ്കിൽ ക്രോക്കഡൈലിൻ്റെ വേറെ സെഗ്മെൻറ്റ്, അലിഗേറ്ററിൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു കരീബിയൻ അലിഗേറ്ററിൻ്റെ ഒരു ഫേസിൻ്റെ ലുക്കിലാണ് ഈ കാർ വരുന്നത്. 2015 മെയ്ഡ് 16 രജിസ്റ്റേർഡ് വെഹിക്കിളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ കാർ. 3.4 ലിറ്റർ എൻജിൻ വരുന്നത്, അതിൻ്റെ ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് 3.4 ലിറ്റർ എൻജിനിലാണ് വരുന്നത്. ഇതിന് 325 bhp. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് 981 എന്നുള്ള മോഡൽ നെയിമിലാണ് ഈ വെഹിക്കിൾ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 2-seater കൂപ്പയാണ്. ഏറ്റവും മോസ്റ്റ് എന്താ പറയുക, നല്ല പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 2-seater കൂപ്പയാണ്. ഇതിന് വരുന്ന ഹാർഡ് ടോപ്പാണ്. നമുക്ക് നോർമലി ഇതിന് വേറൊരു സെഗ്മെൻ്റ് ഉണ്ട്, ബോക്സ്റ്റർ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്, കൺവേർട്ടബിൾ ആയിട്ടുള്ള. സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആയിട്ടുള്ളത്. ഇത് കൺവേർട്ടബിൾ അല്ല, ബട്ട് ഇത് ഹാർഡ് ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും പെർഫോമൻസ് ഉള്ള ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് സെല്ലിങ് ഒരു റോഡ്സ്റ്റർ വെഹിക്കിളാണ് നമ്മുടെ ഈ കെയ്മാൻ. ഇത് എന്താ പറയുക, നമ്മുടെ ഇപ്പം ഈ കേരളത്തിലും അല്ലെങ്കിൽ പുറത്തുമൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലും കൂടിയാണ് ഈ കെയ്മാൻ. പിന്നെ ഹെഡ്ലൈറ്റ്സിന് ഏറ്റവും പ്രത്യേകത തന്നെ ഇത്രയും വലിയൊരു ഹെഡ്ലൈറ്റ്സ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിന് വാഷറും ഹെഡ്ലൈറ്റ് വാഷർ, അതായത് ഇത് ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു മഡി ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയൊക്കെ ടെറൈനിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ അത് ഹെഡ്ലൈറ്റ് വാഷേഴ്സ് വരുന്നുണ്ട്. ഇത് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എയർ ഡാമ്പേഴ്സ്, കട്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ലോ പ്രൊഫൈൽ ടയേഴ്സാണ് വരുന്നത്. അതായത് ഇതൊരു 235 20 ഇഞ്ച് അലോയ്സ് ആണ് പറഞ്ഞത്, ZR. അതായത് കുറച്ചും കൂടി നല്ല വൈഡായിട്ടുള്ള റേഡിയൽ ടയേഴ്സാണ് വരുന്നത്. അതേപോലെ കാലിപ്പേഴ്സ് നോക്കിയാൽ അറിയാം, അതിന് കാലിപ്പേഴ്സിന് ഒരു റെഡ് കളേഴ്സ് പോർഷെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ സ്പോർട്സ് കാർസിന് അധികം നമുക്കത് കാണാം. പോർഷേൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഈ അലോയ്സിന് ചേർന്ന രീതിയിൽ കാലിപ്പേഴ്സിന് പെയിൻറ്റിങ് ഇവർ കൊടുക്കലുണ്ട്. അതിൽ റെഡ് പെയിൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിന് ആ ഓടുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. സൈഡ് സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡോർസ്, ഇത് 2-seater കാർ ആയതുകൊണ്ട് തന്നെ എൻട്രിയും ഇതിൻ്റെ ഒരു ഡോറിന്, ഫസ്റ്റ് ഡോറിന് 2 ഡോറേ ഉള്ളൂ. ഈ ഡോറിന് നല്ല അത്യാവശ്യം വൈഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ബോഡിയിൽ എയർ ഡാമ്പേഴ്സ് വരുന്നുണ്ട്, എയർ കട്ടേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ എയറോഡൈനാമിക്സിൽ വെഹിക്കിൾ അത്രയും നല്ല സ്പീഡിൽ പോകുമ്പോഴും ഒരു 1500 കിലോയ്ക്ക് ഈ കർബ് വെയിറ്റ് ഉള്ളൂ ഈ പോർഷെ കെയ്മാന്. പോർഷേൻ്റെ ആ ഒരു ഡബിൾ നോട്ട് സൈലൻസർ അത്യാവശ്യം നല്ല സൗണ്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം പോർഷേൻ്റെ പഞ്ചിങ്. ഇതോടെ പോർഷെ കെയ്മാൻ എസ് എന്ന് തന്നെ പഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള വെഹിക്കിൾസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ ഒരു മിഡ് എൻജിൻ ലെവലിൽ അല്ലെങ്കിൽ ബാക്കിലാണ് എൻജിൻ ഉള്ളത് കൊണ്ട് തന്നെ ഫ്യുവൽ ലിഡ് വരുന്നത് ഈ ഫ്രണ്ട് സൈഡിലാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻജിൻ മിഡ് എൻജിൻ ലെവലിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും എക്സ്ട്രാ, അതായത് 2 പേർക്ക് പോകാൻ ഒരു ലോങ് ഒരു ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ലഗേജ് സ്പേസ് ഇനി ആവശ്യമായിട്ട് വരും. അപ്പം പോർഷെ കണ്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹുഡ് ശരിക്ക് നമ്മുടെ സാധാരണ വണ്ടികളിൽ വരുന്ന ബാക്കിലെ ഡിക്കി പോലെയാണ്. ഇവിടെയാണ് നമ്മുടെ സാധനങ്ങൾ, ലഗേജൊക്കെ വെക്കാനുള്ള. നമ്മുടെ കെയ്മൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ
ലെതർ കവേർഡ് ആണ് സ്റ്റിയറിങ്സ് വരുന്നത്. ഹോൺ ആയാലും അത്യാവശ്യം നല്ല പവറുള്ള നല്ല സൗണ്ടുള്ള ഹോണാണ്. ഗിയർ സിസ്റ്റം ഓട്ടോമാറ്റിക് ആണ്. വെഹിക്കിൾ സ്പോർട്ട് മോഡ്, പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഓഫ്, അതായത് നമ്മളൊരു സ്ഥലത്ത് സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ ഓഫ് ആവും. അതേപോലെ നമ്മൾ ആക്സലേഷനോ ബ്രേക്കോ ഏതെങ്കിലും ഒന്ന് ചലിപ്പിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഓൺ ആവും. അതേപോലെ ഇക്കോ സിസ്റ്റം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്ന സംഭവമൊക്കെ ഇതിലുണ്ട്. പിന്നെ ട്രാക്ഷൻ, ലോഞ്ച് കൺട്രോൾ പോലത്തെ കാര്യങ്ങളുണ്ട്. നമുക്ക് ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ട്രാക്ഷൻ്റെ ഈ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമുക്ക് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളും, നമുക്ക് ABS EBD പോലുള്ള വെഹിക്കിളിൻ്റെ സെൽഫായിട്ടുള്ള വെഹിക്കിളിൻ്റെ കൺട്രോൾസ് നമുക്ക് എന്താ പറയുക ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വെഹിക്കിൾ ഡ്രിഫ്റ്റ് ചെയ്യാനും വീലി അയക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇനി പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഓടിച്ചതിൽ എന്താ പറയുക ഒരു എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടിയൊരു വെഹിക്കിളും കൂടിയാണ് പോർഷെ കൈമൻ. പോർഷെ കായ്മാൻ എസിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഡീറ്റെയിലിങ്സ് ആൻഡ് സ്പെക്സ് നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു കാറും മോഡലുമായി കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.